തട്ടിപ്പ് നടത്തി അധികാരം പിടിച്ചുകൊടുത്തതിന്റെ ഉപകാരസ്മരണയാണ് മന്ത്രിപദമെങ്കിലും ഗണേശന് ഇപ്പോൾ കിട്ടുന്ന അടി മുന്നണിക്കുള്ളിൽ നിന്നു തന്നെയാണ്. ഗതാഗത വകുപ്പിൽ അഴിമതി നടന്നിരുന്നുവെന്ന പുതിയ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനക്കെതിരെ മുൻ മന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നത് ഇടതുമുന്നണിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. മുന്നണി മര്യാദകൾ പോലും പാലിക്കാതെ വലിയ ആളാവുകയാണ് ഗണേശൻ. സാധാരണ ജനങ്ങൾ പറയുന്നത് പോലെ ഒരു മന്ത്രി സംസാരിക്കരുത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അദ്ദേഹം വകുപ്പിലെ ചോർച്ച കണ്ടത് എങ്ങനെയാണെന്ന് ആന്റണി രാജു ചോദിക്കുന്നുണ്ട്. നേരത്തെ ആഭ്യന്തരം വകുപ്പിനെതിരെയും മരാമത്ത്, ആരോഗ്യ, വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചയാളാണ് ഗണേശൻ. ഇപ്പോൾ അയാൾ മന്ത്രിയാണ്. അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതാണെന്നും അതേ നാണയത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും അത് പറയാനാകുമ്പോൾ പറയാമെന്നും ആന്റണി രാജു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് എല്ലാ തട്ടിപ്പും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വലിയ ഹരിശ്ചന്ദ്രനാവുക എന്നത് ഗണേശന്റെ സ്ഥിരം ഏർപ്പാടാണ്. നിയമസഭയിൽ വെച്ച് ആത്മപ്രശംസ നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ഗണേശൻ തട്ടിപ്പുകാരൻ എന്ന് കോടതി കണ്ടെത്തിയത്. ഒരു തട്ടിപ്പുകാരുടെ കൂടെ നിന്ന് ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച തട്ടിപ്പുകാരനെ സ്വന്തം മുന്നണിയിലെ മുൻ മന്ത്രി തന്നെ തുറന്നു കാട്ടാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ വത്സല ശിഷ്യനിൽ നിന്നും നോക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ആന്റണി രാജു നൽകിയിരിക്കുന്നത്. ഗണേശന് ചില താക്കീതും ആന്റണി രാജു നൽകി. അതിങ്ങനെയാണ്: ഗണേശന്റെ പിതാവിനൊപ്പം MLA ആയിരുന്നയാളാണ് താൻ. ഗാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, ഇറങ്ങി കളിക്കാനാണ് പാട്. മുൻ ഗതാഗത മന്ത്രിമാർ താനും അതുപോലെ ഗണേശന്റെ അപ്പനുമടക്കം ഉണ്ടാക്കി വെച്ച 3150 കോടിയുടെ കടം 2900 കുറച്ചു. 1000 കോടി പലിശയും അടച്ചു. അല്ലാതെ ഒരു രൂപയും കടത്തിൽ കൂട്ടിയിട്ടില്ല. KSRTC കമ്പ്യൂട്ടറൈസേഷൻ നടത്തി. ഇപ്പോൾ ട്രയൽ റൺ നടത്തുകയാണ്. എല്ലാ ഡിവിഷനിലും പ്രൊഫഷണലിസം കൊണ്ടുവന്നു. ഇനി വരുന്നവർക്ക് സുഗമമായി ഭരിക്കാം. അഴിമതിക്ക് ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്ത ആളാണ് താൻ. എനിക്കെതിരെ അഴിമതി ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഗണേശന്റെ അപ്പൻ കിടന്നതുപോലെ എന്ന് പറഞ്ഞില്ലെങ്കിലും അഴിമതി കേസിൽ താൻ ജയിലിൽ കിടന്നിട്ടൊന്നുമില്ല എന്ന ഓർമ്മപ്പെടുത്തലും നടത്തിയിട്ടാണ് ആന്റണി രാജു തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് വകുപ്പിലെല്ലാം പ്രശ്നമാണെന്നും താൻ വന്ന് നന്നാക്കിയെന്നും വരുത്താനാണ് ശ്രമമെങ്കിൽ അതിൽ കൈവച്ചാൽ മതി എന്ന താക്കീതാണ് ആന്റണി രാജു നൽകിയിരിക്കുന്നത്. ഒന്നിനും കണക്കില്ലെന്നാണ് ഗണേഷ് പറഞ്ഞത്. എന്നാൽ 2014-15 വരെയാണ് KSRTCയിൽ ഓഡിറ്റ് നടന്നിരുന്നത്. താൻ വന്നതിന് ശേഷമാണ് 2022 വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയത്. ഏതായാലും കൂടുതൽ വാചകമടിക്കാതെ പുതിയ മന്ത്രി വന്ന് KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകിയാൽ നല്ല കാര്യമെന്നും ബാക്കി പിന്നെ പറയാമെന്നുള്ള മുന്നറിയിപ്പും ആന്റണി രാജു ഗണേശൻ നൽകുന്നുണ്ട്. എല്ലാ തട്ടിപ്പും വൃത്തികേടും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല വിള ചമയലാണ് എപ്പോഴും പിള്ളയുടെ മകന്റെ പണി. AI ക്യാമറ അഴിമതിയിൽ ആന്റണി രാജുവിനെ പിടിക്കാൻ ഗണേശൻ ശ്രമിച്ചാലും അതിൽ മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് നടക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആന്റണി രാജു വെടിപൊട്ടിച്ചിരിക്കുന്നത്. ഏതായാലും ഗണേശൻ എന്ന ചതിയനുള്ള പണി സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്.